തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ്. CPIയിൽ 3 ടേം കഴിഞ്ഞവരെ ഒഴിവാക്കും. 2 ടേം കഴിഞ്ഞവരിൽ വിജയത്തിന് അനിവാര്യരായ നേതാക്കൾക്ക് മാത്രം ഇളവ് നൽകും. ആർക്കെല്ലാം ഇളവ് നൽകണമെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിക്കും. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനായി നാളെ മുതൽ ജില്ലാ കൗൺസിലുകൾ ചേരും. ആർ ശ്രീജിത്ത് തിരുവനന്തപുരം ചെയ്തു. ശ്രീജിത്ത്, CPIയുടെ സ്ഥാനാർത്ഥി പട്ടികയിലും ഏതാണ്ട് രൂപമാകുന്നു. ഈ പറയുന്ന ഇളവ് അതാർക്കൊക്കെ നൽകും? ഒഴിവാക്കപ്പെടുന്ന ആളുകൾ അതാരൊക്കെയായിരിക്കും? സുഹൈല്, കഴിഞ്ഞ ദിവസം ചേർന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് 3 ടേം പിന്നിട്ടവർക്ക് ഇനി മത്സരിക്കാൻ അവസരം നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചെന്ന ധാരണയിലെത്തിയിരുന്നു. ആ നിർദ്ദേശത്തിന് ഇന്ന് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗീകാരം നൽകി. ഇതോടുകൂടി 3 ടേം പിന്നിട്ട 6 പേരെ ഒഴിവാക്കും. കാഞ്ഞങ്ങാട് MLA ആയിരുന്ന മുൻമന്ത്രി E ചന്ദ്രശേഖരൻ, നാദാപുരം MLA ആയിരുന്ന EK വിജയൻ, അടൂർ MLAയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയം ഗോപകുമാർ, പുനലൂർ MLAയും കൊല്ലം ജില്ലാ സെക്രട്ടറിയുമായ PS സുപാൽ, ചിറയൻകീഴ് MLAയും മുൻ ഡെപ്യൂട്ടി സ്പീക്കറുമായ V ശശി എന്നിവരാണ് ഈ 3 ടേം നിബന്ധനയിൽ ഒഴിവാകുന്നത്. 2 ടേം നിബന്ധന എന്നുള്ള പാർട്ടിയുടെ മുൻ തീരുമാനം പാലിക്കാൻ തീരുമാനിച്ചു. എന്നാൽ വിജയത്തിന് തീർത്തും അനിവാര്യരെന്ന് ജില്ലാ കൗൺസിലുകൾ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് മാത്രം ഇളവ് നൽകുന്ന കാര്യം പരിഗണിക്കും. അക്കാര്യത്തിലും അന്തിമ തീരുമാനം സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ ആയിരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിനായി നാളെ CPIയുടെ ജില്ലാ കൗൺസിലുകൾ ചേരും. അടുത്ത ദിവസം ബന്ധപ്പെട്ട മണ്ഡലം കമ്മിറ്റികളും ചേരും. പിന്നീട് ഒരിക്കൽ കൂടി ജില്ലാ കൗൺസിലുകൾ ചേർന്ന ശേഷം 8-ാം തീയതി രാവിലെ 8 മണിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റും 10 മണിക്ക് സംസ്ഥാന എക്സിക്യൂട്ടീവും തുടർന്ന് സംസ്ഥാന കൗൺസിലും ചേർന്ന് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനാണ് ഇന്ന് ഉണ്ടായിരിക്കുന്ന തീരുമാനം. എന്തായാലും 3 ടേം കഴിഞ്ഞവർ മത്സരിക്കില്ല. 2 ടേമിൽ വിജയസാധ്യതയുള്ളവർക്ക് ഇളവ് നൽകാമെന്ന തീരുമാനത്തിലാണ് CPI ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്, വിവരങ്ങളാണ് ശ്രീജിത്ത് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.